ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഹൽവ ഇങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അതേപോലെ തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് നുറുക്ക് ഗോതമ്പ് 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ടുണ്ട്. നന്നായി കഴുകിയതിന് ശേഷം വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വയ്ക്കുക. അപ്പോൾ കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും വേണം. അതിനും കൂടുതൽ സമയം വെച്ചാലും കുഴപ്പമില്ല. അപ്പം നമുക്കിത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അതുകൊണ്ട് തന്നെ ഇത് നന്നായി കുതിർന്നിട്ടുണ്ടാവണം. നിങ്ങൾക്കിനി പെട്ടെന്ന് കുതിർന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചാലും മതി. ഇനി നമുക്കിത് ഇതിലത്തെ വെള്ളം ഒന്ന് അരിച്ചെടുക്കാം. അതിനുശേഷം ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നുറുക്ക് ഗോതമ്പ് എടുത്ത അതേ കപ്പിൽ തന്നെ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നന്നായി ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ ഒരുപാട് തരികളുണ്ടാവും. അപ്പോൾ അതൊന്നും തന്നെ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നന്നായി അരിച്ചെടുത്ത് കഴിഞ്ഞാലും നമുക്കിത് ഒന്നും കൂടി ഒന്ന് അരിച്ചെടുക്കാം. കാരണം ഇനിയും തരികളുണ്ടാവും. അപ്പോൾ ഒന്നും കൂടി ഒന്ന് അരിച്ചെടുക്കാം. അതിനുശേഷം ഇപ്പോൾ ഞാനിവിടെ നല്ല തിരി ഗ്യാപ്പുള്ള അരിപ്പയിലാണ് അരിച്ചെടുത്തേക്കുന്നത്. ഇനി ഞാൻ നല്ല നൈസായിട്ടുള്ള അധികം ഗ്യാപ്പില്ലാത്ത അരിപ്പയിലിട്ടിട്ട് ഒന്നും കൂടി നന്നായി അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3 വട്ടം ഞാനിവിടെ അരിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഒട്ടും തരിയില്ലാതെ നന്നായി അരിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ശർക്കര ഉരുക്കാനായിട്ട് വയ്ക്കാം. ഞാനിവിടെ 1/2 കിലോ ശർക്കരയാണ് എടുത്തേക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 10 അച്ച് ശർക്കര എടുക്കുക. ഈ ഒരു വലുപ്പത്തിലുള്ള ശർക്കര. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ശർക്കര ഉരുകി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ശർക്കര നന്നായി ചൂടാറാനായിട്ട് വയ്ക്കണം. ശർക്കര നന്നായി ചൂടാറിയതിന് ശേഷം മാത്രം നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നുറുക്ക് ഗോതമ്പിൻ്റെ പാലിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ വേണമെങ്കിൽ ശർക്കര ഉരുക്കി വയ്ക്കാം. അപ്പോൾ നമ്മൾ ഈ നുറുക്ക് ഗോതമ്പൊക്കെ അരച്ച് വരുമ്പോഴേക്കും ശർക്കര ചൂടാറിയിട്ടുണ്ടാവും. ഇപ്പോൾ ഞാനിവിടെ ശർക്കര നീര് ഒഴിച്ച് കഴിഞ്ഞു. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് നാളികേരപ്പാലാണ്. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ നാളികേരത്തിൻ്റെ പകുതിയോളം ചുരുകിയെടുത്തിട്ട് അതിൽ കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സിയിൽ കറക്കിയെടുത്തിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ള പാലാണ്. അതായത് നല്ല കട്ടിയുള്ള പാൽ വേണം. അപ്പോൾ അത് 1 കപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിവിടെ നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇനിയാണ് നമ്മളിത് പാനിലിട്ടിട്ട് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ട് ഹൽവയാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്കിത് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. നന്നായി ഇളക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇനി പ്രാധാന്യം. അപ്പോൾ കൈയെടുക്കാതെ തന്നെ നന്നായി ഇളക്കണം. കാരണം കട്ട പിടിക്കാനായിട്ട് പാടില്ല. ഇപ്പോൾ ഇതിവിടെ കുറച്ചൊന്ന് കുറുകി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഒരിക്കലും കട്ട കെട്ടി പോകാനായിട്ട് പാടില്ല. അപ്പോൾ കുറച്ചൊന്ന് തിക്കായി വന്നു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, പിന്നെ കട്ട പിടിക്കില്ല. പിന്നെ നമ്മൾ നന്നായി ഇളക്കി കൊടുത്താൽ മതിയാവും. നമ്മളിതിൽ ചേർത്തിട്ടുള്ള വെള്ളവും നാളികേരപ്പാലും ഒക്കെ തന്നെ നന്നായി വറ്റി വരണം. അപ്പോൾ തന്നെ ഇതിൻ്റെ കളറും മാറി വരും. പിന്നെ നമ്മൾ ശർക്കര എടുക്കുമ്പോൾ പരമാവധി നല്ല കളറുള്ള ശർക്കര എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ നമ്മളെടുക്കുന്ന ശർക്കരയുടെ കളർ അനുസരിച്ചിരിക്കും ഹൽവയുടെ കളറും. പിന്നെ ഈ ഒരു സ്റ്റേജ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കുക എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കുമ്പോൾ നമുക്ക് ഇത് പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന പോലെ നന്നായി ഫീൽ ചെയ്യും. അപ്പോൾ ഞാനിവിടെ മൊത്തത്തിലൊരു 100 ml നെയ്യ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറേശ്ശെ ആയിട്ട് ഇതിലേക്ക് ഓരോ ടീസ്പൂൺ വെച്ചിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇതിവിടെ പാനിൽ നിന്ന് വിട്ട് വരുന്ന പാകമായിട്ടുണ്ട്. എന്നാലും നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കണം. ഇത് നമ്മൾ നെയ്യിൽ കിടന്നിട്ട് ഇതൊന്ന് മൊരിഞ്ഞ് വരുന്ന ഒരു പാകത്തിലായി മാറണം. ഇപ്പോൾ ഇതാ ഇത് ശരിക്കും നമ്മളിതിങ്ങനെ മറിച്ചിടുമ്പോൾ ഒരു ഭാഗം മൊരിഞ്ഞ് വരുന്ന ഒരു പോലെ കാണുന്നുണ്ടല്ലോ. ഇതാണ് ശരിക്കും ഇതിൻ്റെ ഒരു പാകം എന്ന് പറയണത്. നമുക്കിതിലേക്ക് ഞാനിനി ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്താണ് ഏലക്കപ്പൊടി ചേർക്കുന്നത്. കാരണം ആ ഏലക്കപ്പൊടിയുടെ മണം അധികം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സമയത്ത് ചേർത്തിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഏലക്കപ്പൊടി ചേർത്ത് ഇളക്കി വന്നപ്പോഴേക്കും അതായത് ഒട്ടും തന്നെ പാനിൽ പിടിക്കാത്ത പോലെ കിടന്നുരുണ്ട് കളിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഇത് നെയ്യ് തടവിയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ കുറച്ച് കുഴിയുള്ള പാത്രം എടുക്കുക. ഹൽവ എന്ന് പറയുമ്പോൾ കുറച്ച് കട്ടി വേണമല്ലോ. അപ്പോൾ നെയ്യ് തടവിയിട്ടുള്ള പാത്രത്തിൽ ഞാൻ
അണ്ടിപ്പരിപ്പൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേതെങ്കിലും നട്ട്സ് ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിൻ്റെ അനുസരിച്ച് ഇടയ്ക്കൊക്കെ കടിക്കാൻ കിട്ടുന്ന രീതിക്ക് അനുസരിച്ച് എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇതൊന്ന് പരത്തി കൊടുക്കണം. അപ്പോൾ കയ്യിൽ വെച്ചിട്ടൊന്നും പരത്തിയാൽ പോരാ, ഇതേപോലെ ഒരു പാത്രം വെച്ചിട്ട് നന്നായി പ്രസ് ചെയ്ത് പരത്തി കൊടുക്കുക. അപ്പോൾ പാത്രത്തിൽ കുറച്ച് നെയ്യ് പരട്ടി കൊടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ പാത്രത്തിൽ ഈ ഹൽവ ഒട്ടി പിടിക്കാതെ കിട്ടും. അത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് നന്നായി ചൂടാറാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. നന്നായി ചൂടാറിയതിന് ശേഷം നമുക്കിത് പാത്രത്തിൽ നിന്ന് എടുക്കാം. ഇപ്പോൾ ഇതാ ഇവിടെ നന്നായി ചൂടാറിയിട്ടുണ്ട്. നമുക്കിനി ഇത് പാത്രത്തിൽ നിന്ന് ഇങ്ങനെ ഒന്ന് കൈകൊണ്ട് ഒന്ന് തൊട്ട് കൊടുക്കുമ്പോഴേക്കും ഇതിങ്ങനെ വിട്ട് വരുന്നുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഹൽവയാണിത്. അപ്പോൾ ഈ നുറുക്ക് ഗോതമ്പിൻ്റെ ഹൽവയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ പുതിയതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.